7 ദിവസം പഠിക്കുമോ? പിന്നെ ഈ 2 ദിവസം എന്ത് ചെയ്യും? 2 ദിവസം മുഴുവൻ കളിക്കുമോ? പിന്നെ എന്ത് വായിക്കും? കഥ ബുക്കാ വായിക്കുന്നത് എന്തിനാ? അറിവ് നേടുക എന്നുള്ളത് വായിക്കുന്നവർ മാത്രം കിട്ടുമോ? പിന്നെ പത്രത്തിലും വായിക്കുകയല്ലേ? പരിസരത്തിറങ്ങി നടന്നാൽ എന്ത് കിട്ടും? പ്രകൃതിയായിട്ട് എന്ത് സംസാരിക്കുമോ? എന്തൊക്കെ സംസാരിക്കും? പ്രകൃതി തിരിച്ച് ഷെയർ ചെയ്യുമോ? തീർച്ചയായും. എങ്ങനെയാണത്? നമുക്കെങ്ങനെ മനസ്സിലാക്കുന്ന ആ രീതിക്ക് നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുന്നു, അയാളുടെ മുഖം കാണുമ്പോൾ, അയാളുടെ റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അയാൾ നമ്മളോട് റിയാക്ട് ചെയ്യുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ. അതുപോലെയാണ് പ്രകൃതിയോട് സംസാരിക്കുമ്പോൾ. പ്രകൃതിയുടെ റിയാക്ഷൻ എങ്ങനെ? ഒരു ഉദാഹരണം പറഞ്ഞു. പ്രകൃതി മഴ സമയത്ത് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇച്ചിരി മയത്തിലാണ് നമ്മളോട് തോന്നുന്നതെങ്കിൽ നമുക്ക് ഒന്നും പുള്ളിക്കാരൻ കേൾക്കുന്നുണ്ട്, നമ്മൾ ഹാപ്പിയാണ്. അതാണ്. മഴ ഡിപ്രസിങ് ആണെന്നാണ് പറയുന്നത് അല്ലേ? പക്ഷേ ശരിക്കും മഴ ഡിപ്രഷൻ അല്ല. മഴ നമുക്ക് വരുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. മഴയിൽ കുളിക്കാത്തയും കളിക്കാത്ത ആരെങ്കിലും ഉണ്ടേ കൂടുതൽ? മഴ കൊണ്ട് ശീലിക്കുന്നതല്ലേ, പിന്നെ ഏത് വെള്ളത്തിൽ പോലും പനി പിടിക്കില്ല. മഴ ഇഷ്ടമുള്ളവരാരൊക്കെ ഉണ്ട്? അത് പള്ളിക്കൂടത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണോ? അപ്പോൾ ആ ചേച്ചി പറഞ്ഞ പോലെ മഴ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മഴ ഈ പ്രകൃതി ഒന്നും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. പ്രകൃതി പ്രതികരിക്കുകയുള്ളൂ നമ്മൾ ചെയ്യുന്നതിനോട്. പ്രകൃതിയുടെ രീതിക്ക് അങ്ങ് പോകും. വെളിച്ചമുള്ളിടത്തേക്ക് അല്ലെങ്കിൽ സൂര്യ വെളിച്ചം തട്ടുന്നിടത്തേക്ക് ചെടി വളരുന്നില്ലേ? അതാരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ്. മനുഷ്യൻ മാത്രമേ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ കാര്യം ചെയ്യുന്നുള്ളൂ. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പൂവൻകോഴി എഴുന്നേറ്റ് കൂവുന്ന പൂവൻകോഴി ആരെങ്കിലും വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടാണ്? അല്ല, അത് താനേ ചെയ്യുന്നതാണ്. അത് പ്രകൃതിയോട് അനുയോജ്യമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. മനുഷ്യൻ മാത്രമേ പ്രകൃതിയോട് എതിരിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോഴാണ് പ്രകൃതിയുടെ രീതികൾ നമുക്കെതിരായി വരുന്നത്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക, അതാണ് ആ കുട്ടി പറഞ്ഞത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? പ്രകൃതി പ്രതികരിക്കുകയുള്ളൂ. നമ്മളുടെ അങ്ങനെ വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും എത്തൂല. അപ്പോൾ നമ്മളും പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ഒരുപാട് ജീവജാലങ്ങളുണ്ടല്ലോ, ചെടികളും അല്ലെങ്കിൽ ഭൂമിയിൽ കാണുന്നതെല്ലാം. അപ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ്. അത് നമുക്കൊരു ഓർമ്മയുണ്ടായാൽ മതി. നമ്മളെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഭൂമിയിൽ മുളച്ചു വളരുന്നതോ ജീവിക്കുന്നതോ അല്ലാത്തതുമായ എല്ലാ വസ്തുക്കൾക്കും നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ അവകാശമാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തൊക്കെ അവകാശമുള്ളത്? അവർക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം അത് മനസ്സിലായി. പക്ഷെ എങ്ങനെ നമുക്കത് മനസ്സിലാവും? നമ്മൾ ഈ ലോകത്ത് വീട് വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ അതൊരു സ്ഥലം കണ്ടുപിടിച്ച് ചെടി വളരുന്നത്. ചെടി താനേ വളരുകയാണ്. അവിടെ ആരും കൊണ്ട് വെക്കുന്നവരല്ല. ഈ കണ്ട കാടും മലയൊക്കെ ആരും വെച്ചുപിടിപ്പിച്ചതല്ല, ആണോ? തനിയെ വളർന്നത്. നമ്മുടെ വീടിൻ്റെ മുമ്പിലെ ചെടിയും മരങ്ങളും നമുക്കിഷ്ടമുള്ള വാഴയും ചേനയും ചേമ്പും കാച്ചിലും തെങ്ങും ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് വെച്ച് വളർത്തി അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ്. ആര് വെച്ച് വളർത്തിയാണ്? ആരും വെച്ച് വളർത്തിയല്ല. പ്രകൃതി തന്നൊരു വരദാനമാണ്. പ്രകൃതിയുടെ അത് അങ്ങനെയാണ്. എല്ലായിടത്തും അതെ, എല്ലായിടത്തും കാടായിരുന്നു ഒരു കാലത്ത്. നമ്മളാണ് ഇതൊക്കെ വെട്ടിത്തെളിച്ച് വീട് വയ്ക്കുകയും റോഡ് പണിയുകയൊക്കെ ചെയ്തത്. അതൊക്കെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ശരി, എല്ലാത്തിനും പ്രാധാന്യം മനുഷ്യനാണ്. അതുപോലെ തന്നെ പ്രകൃതിയും മനുഷ്യന് വേണ്ടിയുള്ളതാണ്. പക്ഷേ പ്രകൃതി ഇല്ലാതായാൽ മനുഷ്യനുണ്ടാവില്ല അല്ലേ? അങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രകൃതി മനസ്സിലാകുക എന്നുള്ളതാണ്. പ്രകൃതി നമ്മളൊന്നും പറയില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു? പ്രകൃതിക്ക് നുള്ളിയാൽ നോവും കരയൊന്നുമില്ല. പക്ഷേ അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും. നമ്മളത് ജീവിതത്തിൽ അഭിനയം പരിശീലനത്തിലൂടെ എത്തിച്ച ആളാണ് മമ്മൂക്ക. അപ്പോൾ കുറേയധികം ചരിത്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പഴശ്ശിരാജ, ചന്തു, ഇപ്പോൾ ഇറങ്ങിയ മാമാങ്ക സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ, ഇറങ്ങാൻ പോകുന്ന മാമാങ്ക സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ. അപ്പോൾ ഈ കഥാപാത്രങ്ങളെല്ലാം ധീരന്മാരായ പോരാളികളാണ്, ചരിത്ര പുരുഷന്മാരാണ്. ഇതേപോലുള്ള കഥാപാത്രങ്ങളെ തുടർച്ചയായി അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? തുടർച്ചയായിട്ടൊന്നും അവതരിപ്പിച്ചിട്ടില്ല. ഓരോന്നിനും ഒരു 10 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ ഒരു വെല്ലുവിളിയല്ലല്ലോ. പിന്നെ ജീവിതമേ വെല്ലുവിളിയാണ് മോളെ, അല്ലേ? നമ്മളെല്ലാ വെല്ലുവിളികളെയും അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്. പക്ഷേ വെല്ലുവിളികളായിട്ട് കാണാതെ അത് സ്വാഭാവികമായും നമുക്ക് വന്നു ചേരുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല. സാർ ഈ സിനിമയിൽ ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് കേട്ടു. സാർ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ജനങ്ങളോട് എന്തായിരിക്കും പറയുക? ജനങ്ങളോട് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനുണ്ടാവില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കലേ ഉണ്ടാവുള്ളൂ.
പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അങ്ങ് പുസ്തക വായനയെ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇതുവരെ വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഏതെങ്കിലും പുസ്തകത്തിലെ കഥാപാത്രമാകാൻ തോന്നിയിട്ടുണ്ടോ? വായിക്കുന്ന എല്ലാ പുസ്തകത്തിലെയും കഥാപാത്രങ്ങൾ നല്ല പുസ്തകങ്ങളാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് അഭിനയിച്ച് തീർക്കാനൊന്നും ഈ ഒരു ആയുസ് പോരല്ലോ. നമ്മുടെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ മുഖ്യ പങ്കുവയ്ക്കുന്ന ആൾക്കാരാണല്ലോ സുഹൃത്തുക്കൾ. അപ്പോൾ അങ്ങയുടെ കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ സൗഹൃദ മൂല്യങ്ങളാണല്ലോ കൂടുതലും പറയുന്നത്. അപ്പോൾ അത് എപ്പോഴെങ്കിലും സ്വന്തം ജീവിതവുമായി റിലേറ്റബിൾ ആയി തോന്നി? എനിക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ടായിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ എന്നെപ്പോലെ അല്ലെങ്കിൽ വേറെ തരത്തിൽ ഉള്ളവരാണ്. അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ ചുരുക്കം പേരുണ്ട്, പക്ഷേ ഇല്ലെന്നില്ല. പക്ഷേ ഇങ്ങനെ സിനിമയിലെ അനുഭവമൊന്നും എനിക്കില്ല. സിനിമയിലെ അനുഭവം ഉണ്ടാവുന്നവരുണ്ടാവാം, പക്ഷെ അത് അങ്ങനെ യഥാർത്ഥ ജീവിതത്തിൽ എനിക്കില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്കറിയാം, ആരും തപ്പിപ്പോകേണ്ട കാര്യമില്ല. സാർ LLB പഠിച്ച സാർ എങ്ങനെയാണ് അഭിനയ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നത്? LLB അഭിനയം ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ അഭിനയിക്കാൻ നടന്ന ആൾ LLBക്ക് പോയെന്ന് പറഞ്ഞാൽ മതി. സാറിൻ്റെ കുട്ടിക്കാലത്തെ അംബീഷൻ എന്തായിരുന്നു? ഇത് തന്നെയാണ്, അത് ഒത്തു വന്നു. നിങ്ങൾക്കൊക്കെ ആരാകണമെന്നോ? ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ, എന്താ അംബീഷൻ? ഒരു സാമൂഹ്യ പ്രവർത്തകയാവുക എന്താണ് ആഗ്രഹം? സാമൂഹ്യ പ്രവർത്തക എന്ന് പറഞ്ഞൊരു ജോലിയല്ല. അല്ല അല്ല, വേറെ എന്താകണം? സാമൂഹ്യ പ്രവർത്തകരാണ് എല്ലാവരും, അതൊരു ജോലിയല്ല. ജോലി സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും ജോലിയല്ല. ഒരു LLB. ആ അങ്ങനെ പറയൂ. LLB പഠിച്ചിട്ട് സാമൂഹ്യ പ്രവർത്തനം നടത്താനാണോ? അങ്ങനെയും ഒരു ആഗ്രഹമുണ്ട്. എഴുത്തുകാരിയാവാൻ ഇഷ്ടമാണ്. ആ, എഴുത്തുകാരി ആകാൻ ഇഷ്ടമല്ല, എഴുത്തുകാരി ആവുകയാണ്. ആണ്. നമ്മൾ എഴുത്തുകാരി ആകാൻ വേണ്ടി പള്ളിക്കൂടത്തിൽ പോയി പഠിക്കണം. ഇല്ല ഇല്ല ഇല്ല, എഴുതിക്കൊള്ളും. എഴുതും. ഗുഡ്. ഭാഷയൊക്കെ കൊള്ളാം. അടുത്ത ആളാരാ? കല്യാണം കഴിച്ച് വീട്ടിൽ പിള്ളേർ പോലീസാകാനോ? ആഹാ, പോലീസ് എന്ന് പറഞ്ഞാൽ എന്ത് പോലീസോ? കുറേ പോലീസുകാരുണ്ട് ഇവിടെ. IPS ഇപ്പം തന്നെ തുടങ്ങിയോ? സ്പോർട്സിനൊക്കെ പോകുന്നുണ്ടോ? വെരി ഗുഡ്. ഇയാളോ? എനിക്കൊരു ഡോക്ടറാണ്. ഡോക്ടറാവണം. ഡോക്ടറായിട്ട് എന്ത് ചെയ്യാനാണ്? മറ്റുള്ളവരെ സഹായിക്കാനാണ്. മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ ഡോക്ടറാകണമെന്നില്ലല്ലോ. ഡോക്ടറെ ചികിത്സിക്കാനുള്ളതാണ്. ചികിത്സിച്ച് സഹായിക്കാനാണ്. ശരി. IAS ഓഫീസർ. ഗുഡ്. അടുത്ത ആള്? സയൻറ്റിസ്റ്റ്. എനിക്കൊരു ആക്ട്രസ് ആവാനാണ് ആഗ്രഹം. ആഹാ, ഇവനെ ഉണ്ടോ ഇപ്പോൾ? വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഞാൻ ഇത് മാത്രം ചേർത്ത് പറഞ്ഞെന്ന് അറിയാതിരിക്കാൻ. ഡോക്ടർ ആവാനാണ് ഇഷ്ടം. ആ, ഇതുവരെ ഒരു പ്ലാനും ഇല്ല. എനിക്ക് എന്താവണമെന്ന് എന്തായാലും വിരോധമില്ല. എനിക്ക് കൺഫ്യൂഷനാണ്. ആണോ? കൺഫ്യൂഷൻ വേഗം മാറ്റണം. നമ്മൾ എവിടെയെങ്കിലും തീരുമാനിച്ചിറങ്ങണം. ഞാൻ അമ്മയടുത്ത് പറയുമ്പോൾ അമ്മ പറയും കുഴപ്പമില്ല, കുറച്ചുകൂടെ വലുതായിട്ട് തീരുമാനിച്ചാൽ മതി. മതി, ചെറുതാകുമ്പോൾ തീരുമാനിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ തീരുമാനിച്ച് വെച്ചിരിക്കുക. ആ, അടുത്ത ആള്? ഒരു അധ്യാപിക ആകണമെന്നാണ് ആഗ്രഹം. അധ്യാപിക ആയിക്കോളൂ. NDA പോകണമെന്നാണ് ആഗ്രഹം. എന്ത്? NDA ഇന്ത്യ നാഷണൽ ഡിഫൻസ് അക്കാഡമി. അവിടെ പോയോണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പട്ടാള സേവനത്തിന് പോകണമെന്ന് പറഞ്ഞു. വെരി ഗുഡ്. എനിക്ക് മിലിറ്ററിയിലാണ് ചേരാൻ കൊള്ളാലോ. ആ, എനിക്കൊരു ആർമി ഓഫീസർ ആവണം. അമ്പടാ, മുഴുവൻ പട്ടാൾക്കാരെ ഇവിടെ NCCയിലൊക്കെ ഉണ്ടല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് സ്ത്രീകളുടെ മുന്നേറ്റം. എനിക്ക് നേഴ്സിംഗ് ആവാനാണ് ഇഷ്ടം. നേഴ്സിംഗ്, വെരി ഗുഡ്. IAS ഓഫീസർ. ഓക്കെ. ആർമി. ആഹാ, ആർമി, ഡോക്ടർ, എൻജിനീയർ, വക്കീൽ, എഴുത്തുകാരി, അധ്യാപിക, സിനിമ നടി ഒക്കെ ആകാൻ ആഗ്രഹമുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കുന്നത് എന്താണ്? ചോറ്, കറി. ഇതൊക്കെ എവിടെ നിന്നുണ്ടാകുന്നു? ആർമിയിൽ നിന്ന് കിട്ടുമോ? ഡോക്ടറായി കിട്ടുമോ? എഞ്ചിനീയറായി കിട്ടുമോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ കിട്ടും? അതിനെപ്പറ്റി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു മോശം പണിയാണോ? മോശം പണിയാണെങ്കിൽ നിങ്ങളെല്ലാവരും പട്ടിണി കിടന്ന് ചാവൂലേ? കൃഷി കൂടെ ഒരു സൈഡിൽ കൂടെ അല്ലേ? ഏറ്റവും വലിയ ബഹുമാനിക്കേണ്ട ആളുകൾ നമ്മൾ കർഷകരാണ്. നമുക്ക് വായുവും വെള്ളവും കഴിഞ്ഞാൽ ഭക്ഷണമാണ്. ഭക്ഷണം തരുന്ന കർഷകനാണ്. ഭക്ഷണം കൊടുക്കുന്നവൻ്റെ ഒരു അഹങ്കാരവും ഒരു ആഹ്ലാദവും ഒരു ആനന്ദവും ഒരു അഭിമാനവും മറ്റൊരു ജോലി ചെയ്യുന്ന ആൾക്കും ഉണ്ടാവരുത്, ഉണ്ടാവില്ല. പക്ഷെ നമ്മളവരെ വളരെ മോശക്കാരായിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല അല്ലേ? എല്ലാ വ്യവസായങ്ങളും എല്ലാ വ്യാപാരങ്ങളും എല്ലാ ബിസിനസ്സുകളും എല്ലാ കാര്യങ്ങളും അവസാനം കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലാണ്, ഭക്ഷണധാന്യങ്ങളിലാണ് അവസാനിക്കുന്നത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ വീട് വെച്ചാലും നമ്മൾ ഇത് പ്രത്യേകിച്ച് എനിക്ക് തോന്നി ഇതിനകത്ത് ആരും പൊതുവേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ എന്ന് പറഞ്ഞില്ല. അതെനിക്കൊരു പുതുമയായിട്ട് തോന്നി. എന്തെല്ലാം ചെയ്താലും അവസാനം നമ്മൾ ഭക്ഷണം കഴിക്കണ്ടേ?
അതുണ്ടാക്കുന്നതിലേക്ക് ഒരു ശ്രദ്ധ വേണം. നമ്മളെല്ലാ കുട്ടികളും അധ്യാപകരും എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. ഒരു നടനെന്ന നിലയ്ക്ക് നമുക്ക് കൂടുതൽ അദ്ദേഹത്തെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ സ്കൂൾ നടത്തുന്ന ഈ ഒരു പരിപാടിയിലൂടെ നമുക്ക് നമ്മുടെ കോട്ടയം ഹില്ലിലെയും ടീച്ചേഴ്സിനുമെല്ലാം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു താരത്തെ കാണാൻ സാധിച്ചു. അത് നമുക്ക് ഏറെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മളിന്ന് ഇവിടെ വന്നപ്പോൾ കുറേ ചോദ്യങ്ങളുമായിട്ടാണ് വന്നത്. മമ്മൂട്ടിയെ കാണുമ്പോൾ ചോദിക്കണമെന്ന് നാം പ്രതീക്ഷിച്ചിരുന്ന ചില ചോദ്യങ്ങൾ, അതിനെല്ലാം നമുക്ക് ഉത്തരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും നല്ലൊരു അവസരം ഇനി നമുക്ക് കാണാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ഇത്രയും നല്ലൊരു അവസരം നൽകിയ സ്കൂളിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഇവിടെയുള്ള ഓരോരുത്തർക്കും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും എല്ലാ അധ്യാപകരുടെ പേരിലും നന്ദി അറിയിക്കുന്നു.